بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. പെരിങ്ങാട് ജാമിയ സുന്നിയ അൽ എർബദിയ അറബിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അൽ മിസ്ക് സംഘടിപ്പിച്ചിട്ടുള്ള മീലാദ് കാമ്പയിനിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാന്യരായ ഈ ഉലമാ സംഗമത്തിന്റെ നിസ്സീമവും നിസ്വാർത്ഥവുമായ ഇത്തരം സേവനങ്ങളെ പൂർണ്ണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ പ്രവാചക സ്നേഹത്തിന്റെയും പ്രവാചക അനുരാഗത്തിന്റെയും പ്രവാചകനോടുള്ള ഹുബ്ബിന്റെയും പേരിൽ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാനവന്റെ മുന്നിൽ പരിചയപ്പെടുത്താനും ഇസ്ലാമിക ദർശനങ്ങളെ പ്രചരിപ്പിക്കാനും പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതിയും പ്രവാചക ആദർശങ്ങളും പ്രവാചക സന്ദേശങ്ങളും കൈമാറേണ്ട പ്രത്യേകമായ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും സ്തുത്യർഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അൽ മിസ്ക് കൂട്ടായ്മയുടെ അണിയറ ശില്പികൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കുറേ ദിവസങ്ങളായി റബീഉൽ അവ്വൽ 1 മുതൽ തുടങ്ങിയ ദീനി നസീഹത്തിന്റെ മേഖലയിൽ വിനീതനും ഒരു ദിവസം നിങ്ങളുമായി സംബന്ധിക്കാനും കണ്ടുമുട്ടാനും ഒരു അവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രമേയമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിരുകളില്ലാത്ത വിട്ടുവീഴ്ചയുടെ നിലനിലമായിരുന്നു. വലിയ വിപ്ലവത്തിനും പോരാട്ടത്തിനും നേടിയെടുക്കാൻ കഴിയാത്ത മുന്നേറ്റങ്ങൾ വിട്ടുവീഴ്ചയിലൂടെയും ശാന്തിയിലൂടെയും സമാധാനത്തിലൂടെയും നേടിയെടുക്കാനാണ്. ഇതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിത ചരിത്രങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഹിജ്റയുടെ 8-ാം വർഷം മക്ക വിജയവേളയിൽ തന്നെ മക്കാവേളയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിച്ചവർക്കും സ്വന്തം ജന്മനാട്ടിൽ നിന്നും പുറത്താക്കിയവർക്കും മാപ്പ് നൽകി വിട്ടുവീഴ്ച കൈക്കൊണ്ടതിലൂടെ പിൽക്കാലത്ത് മക്കയിലെ മുഴുവൻ ജനങ്ങളും സത്യവിശ്വാസം പുൽകി സംസ്കാര സമ്പന്നരായി ജീവിക്കാൻ കാരണമായി എന്നുള്ളതാണ്. ചില മൗനങ്ങൾ 1000 ഗർജനങ്ങളെക്കാൾ ശക്തമാണെന്ന് പറയുന്നത് പോലെ ചില ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ വലിയ വിപ്ലവങ്ങൾ ലോകത്തുണ്ടാക്കുമെന്നതിൽ പ്രവാചക ജീവിതം തെളിവാണ്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുബാല്യങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും വാത്സല്യവും അംഗീകാരവും അവർക്ക് പകർന്നു നൽകുകയും ചെയ്തു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ പോലുള്ള ആഘോഷവേളകളിൽ അവരോടൊപ്പം ഉല്ലസിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു. കുട്ടികൾക്ക് എപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹസമ്പന്നനായ നല്ലൊരു കളിക്കൂട്ടുകാരനുമായിരുന്നു.
നല്ല കാര്യങ്ങളിൽ അവരെ ആവോളം അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നൈർമല്യത്തോടും ആർദ്രതയോടും കൂടി അരികിൽ ചേർത്ത് നിർത്തി പുഞ്ചിരിയോടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു. സിംഹാസനങ്ങൾ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും ലാളിത്യം തിരഞ്ഞെടുത്ത് ഈന്തപ്പന ഓലയിൽ കിടന്നുറങ്ങിയ ലോകത്തിന്റെ നേതാവാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളോടൊപ്പമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. പാവങ്ങളും അശരണരും അവിടുത്തെ ഇഷ്ടജനങ്ങളായിരുന്നു. മതത്തിന്റെയോ ആദർശങ്ങളുടെയോ വേലിക്കെട്ടുകളോ അതിർവരമ്പുകളോ ഇല്ലാതെ അയൽവാസിയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അവരോടുള്ള കടമകൾ നിറവേറ്റാനും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. വിശക്കുന്നവന്റെ പോരാളിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ പോരാളി ആരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് റിസാലത്തിന്റെ നാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് കടന്നു വന്ന മറുപടി ഇങ്ങനെയായിരുന്നു: ദരിദ്രരുടെയും വിധവകളുടെയും മാർഗത്തിൽ പണിയെടുക്കുന്നവർ ആരാണോ അവനാണ് ഏറ്റവും വലിയ പോരാളി, യഥാർത്ഥ പോരാളി. മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കും നീതി നിഷേധങ്ങൾക്കും എതിരെയുള്ള സന്ധിയില്ല പോരാട്ടമായിരുന്നു പ്രവാചക ജീവിതം. പോരാട്ടത്തിന്റെ കനൽപദങ്ങളിൽ ത്യാഗങ്ങൾ സഹിച്ച് മുന്നേറുമ്പോഴും ധർമ്മവും നീതിയും മുറുകെ പിടിച്ച് അനാവശ്യ കയ്യേറ്റങ്ങളെയും അധിനിവേശങ്ങളെയും ശക്തമായി എതിർക്കുകയും ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദാചാരത്തിന്റെ അധ്യാപകനായിരുന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു പരിഷ്കരണത്തിന്റെ കാരണമായിരുന്നു. മോഷ്ടിക്കരുത്, കളവ് പറയരുത്, സത്വൃത്തരായ ജനങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, ചൂത് കളിക്കരുത്, അസൂയയും പകയും വിദ്വേഷവും പാടില്ല. അങ്ങനെ എത്രയോ എത്രയോ പ്രവാചക ഉപദേശങ്ങൾ അറിവിന്റെയും സംസ്കാരത്തിന്റെയും അക്ഷര വിപ്ലവത്തിന്റെയും മഹാവിസ്ഫോടനങ്ങളാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയത്. അതിരുകളില്ലാത്ത വൈജ്ഞാനിക പ്രപഞ്ചത്തിൽ പാറിക്കളിക്കാൻ ആഹ്വാനം ചെയ്തു. ആ പ്രഖ്യാപനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വിജ്ഞാനത്തിന്റെ അക്ഷയഖനികളും വിതരണ കേന്ദ്രങ്ങളും ലോക സാംസ്കാരിക നാഗരിക പുരോഗതിയുടെ ഈറ്റില്യങ്ങളുമായിരുന്ന കൊർദോവയും ബുഖാറയും സമർഖന്ദും ബഗ്ദാദും ഡമാസ്കസും ഡൽഹിയും ഉദയം ചെയ്തു. ഇങ്ങനെ എത്രയോ അവിടുത്തെയുടെ ജീവിതത്തിലൂടെ, അവിടുത്തെയുടെ പോരാട്ടങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ലോകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞ എത്രയോ വലിയ വിപ്ലവങ്ങൾ. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് മാലോകർക്കുണ്ടായ നേട്ടങ്ങളൊക്കെ. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തും ആ പ്രവാചകനോടുള്ള സ്നേഹവും അവിടുന്ന് നമുക്ക് നൽകിയ ആ ചര്യ, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കലാണ് ഏതൊരു സത്യവിശ്വാസിയുടെയും ധാർമ്മികമായ ഉത്തരവാദിത്വം. ഇഹപര വിജയത്തിന് നിദാനമതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കറകളഞ്ഞ് സ്നേഹിക്കാനും പങ്കുവെക്കാനും നമുക്ക് കഴിയും. ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ സഹാബത്തിന്റെയും പൂർവസൂരികളായ മുൻഗാമികളായ എത്രയോ സ്വാത്വികരായ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തും അവിടുത്തെയോടുള്ള സ്നേഹവും ഖൽബിനകത്ത് കൊണ്ട് നടന്ന് ജീവിതകാലത്ത് കണ്ട പ്രവാചകനെ ഇനി നാളെ പരലോകത്ത് വെച്ച് പ്രവാചകനുമായി കൂടാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്ത് വിലപിച്ചവർ എത്രയോ സഹാബാക്കളുടെ ചരിത്രം. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ണിലും കനവിലുമായി കൊണ്ടു നടന്നവർ, അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ കൊതിച്ചവർ, ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണമായി പ്രവാചകനെ സ്വപ്നത്തിലൂടെ ദർശിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ. എത്ര വലിയ സൗഭാഗ്യമാണ് അള്ളാഹുവിന്റെ റസൂലുമായി പ്രവാചകനെ ഒന്ന് കാണാനും സ്വപ്നത്തിലൊന്ന് കാണാൻ, അതുപോലെ തന്നെ സിയാറത്ത് ചെയ്യാൻ. ഇതൊക്കെ വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹു ആ ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ ദർശിച്ച എത്രയോ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമിൽ കാണാൻ കഴിയും. ഒരു തിരിപ്പിക്കുന്ന രോമാഞ്ചജനകമായ എത്രയോ എത്രയോ സംഭവങ്ങൾ. മഹാനായ ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഹിജറ 374 മരണപ്പെട്ട ആളാണ്. മഹാനായ ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ ഒരിക്കൽ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു.
ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിളിച്ചു, യാ സയ്യിദുൽ ഖുതബ, അല്ലയോ പ്രഭാഷകരുടെ നേതാവേ എന്ന് നബി തങ്ങൾ എന്നെ വിളിച്ചു. എന്റെ വായിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉമിനീര് ചാലിച്ചു തന്നു. മഹാനായ ഇബ്നു നബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്നു. ഈ രംഗത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. മരണം വരെ അതിനുശേഷം എന്റെ വായിൽ കസ്തൂരിയുടെ മണമായിരുന്നു. വാതുറക്കുമ്പോൾ കസ്തൂരിയുടെ ഗന്ധം പുറത്തേക്ക് അടിച്ചു വീശുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ വായിൽ നിന്ന് പരിശുദ്ധമായ ഉമിനീര് ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ വായിലായതിനു ശേഷം മഹാനായ പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും പേരിൽ അവസാനമായി തന്റെ ദുനിയാവിൽ വെച്ച് തന്റെ വായിൽ പ്രവാചകന്റെ ഉമിനീരായപ്പോ ഇനി മറ്റൊന്നും തന്റെ വായിലേക്ക് പറ്റാതിരിക്കാൻ, മറ്റൊന്നും വായിലാകാതിരിക്കുന്നതിന് വേണ്ടി അവസാനത്തത് പ്രവാചകന്റെ ഉമിനീരായി തീരാൻ വേണ്ടി അതിനുശേഷം ഇബ്നു നബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു അന്നപാനീയങ്ങൾ കഴിച്ചിട്ടില്ല എന്നാണ്. താമസിയാതെ ഈ ലോകത്തോട് നിന്ന് വിട പറയുകയും ചെയ്തു. എത്രയോ ആളുകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാബ് കാണാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ, പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, ഉലമാക്കൾക്കും മുതഅല്ലിമീങ്ങൾക്കുമൊക്കെ മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. തന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ആദ്യകാലത്ത് ബുദ്ധി കുറഞ്ഞ ആളായിരുന്നു. എങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കാൻ താല്പര്യം കാണിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലൊന്നും തങ്ങിയിരുന്നില്ല. സതീർത്ഥ്യരുടെ ഇടയിൽ മൂഢനായി അറിയപ്പെട്ടു. സഅദുദ്ദീൻ തഫ്താസാനി ഒരിടത്ത് ഒഴിഞ്ഞിരിക്കുമ്പോ ഒരിക്കൽ ഒരാൾ വന്ന് വിളിച്ചു, സഅദുദ്ദീനെ വരൂ, നമുക്ക് അല്പം നടക്കാമെന്ന്. നിരന്തരം പഠനപാരായണം നടത്തിയിട്ടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി ആ പഠനം ഒഴിവാക്കിയിട്ട് ഞാൻ നടക്കാനിറങ്ങിയാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് ഈ വിളിച്ച ആളോട്, ആഗതനോട് സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. ഇങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ച് വിളിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം സഅദ് റളിയല്ലാഹു അൻഹു സഅദുദ്ദീൻ തഫ്താസാനി കയർത്ത് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത്, എന്നെ നടക്കാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ആഗതൻ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെ വിളിച്ചത് അല്ലാഹുവിന്റെ ദൂതനാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് താങ്കളെ വിളിച്ചത്. സഅദ് റളിയല്ലാഹു അൻഹു പരിഭ്രമിച്ചു. ധൃതിയിൽ ചെരുപ്പ് പോലും ധരിക്കാതെ പുറപ്പെട്ടു. അങ്ങനെ തന്റെ നാടിന്റെ പുറത്ത് ഒരിടത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൂട്ടം അനുചരന്മാരുടെ കൂടെ ഇരിക്കുന്നതായി കണ്ടു. നബി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പലവട്ടം ഞാൻ നിന്റെ അടുക്കലേക്ക് ആളയച്ചു, എന്നിട്ടും നീ വന്നില്ലല്ലോ സഅദ്. സഅദുദ്ദീൻ തഫ്താസാനി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങാണ് ആളയച്ചെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ പ്രതിബദ്ധം താങ്കൾക്ക് അറിയുമല്ലോ. ബുദ്ധിമാന്യവും ഹൃദിസ്ഥമാക്കാനുള്ള കഴിവുകേടും എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. ഞാൻ അങ്ങയോട് ആവരാതിപ്പെടുന്നു, ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും മാറിക്കിട്ടണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദുദ്ദീൻ തഫ്താസാനിയോട് വായ തുറക്കാൻ ആവശ്യപ്പെട്ടു. വായ തുറന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഉമിനീര് സഅദുദ്ദീൻ തഫ്താസാനിയുടെ വായിലേക്ക് പ്രവാചകൻ ചാലിച്ചു കൊടുത്തു. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സഅദുദ്ദീൻ തഫ്താസാനിക്ക് വേണ്ടി ദുആ ചെയ്തു. വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാനും അല്ലാഹുവിന്റെ റസൂൽ പറയുകയും അല്ലാഹുവിന്റെ പ്രത്യേകമായ കടാക്ഷം ഉണ്ടാകുമെന്ന് നബി തങ്ങൾ അറിയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം തന്റെ പാഠശാലയിൽ ഒരു സഅദുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന സദസ്സിലെത്തിയ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു മൂഢനായിരുന്നു. വിജ്ഞാനത്തിന്റെ അക്ഷയഖനിയായിരുന്നു. ഗുരുവിന്റെ മുമ്പിൽ സഅദ് റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ കൂട്ടുകാർ പഴയതുപോലെ വിഡിത്തം വിളമ്പുകയാണെന്ന് വിചാരിച്ച് കളിയാക്കാൻ തുടങ്ങി. എന്നാൽ ഗുരുവര്യൻ അത് കേട്ട് കരയുകയാണ്. സഅദുദ്ദീൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്നലത്തെ സഅദല്ല ഇന്ന് എന്ന് ഗുരുവര്യർ പറഞ്ഞുകൊണ്ട് സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഗുരുവിന്റെ പദവിയിലേക്ക് വിളിച്ചിരുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പദോൽപത്തി ശാസ്ത്രം, അലങ്കാര ശാസ്ത്രം, തർക്കശാസ്ത്രം, വചനശാസ്ത്രം, ഹനഫി കർമ്മശാസ്ത്രം തുടങ്ങിയ വിജ്ഞാന ശാഖകളിൽ ആധികാരികവും അമൂല്യവുമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന്റെ വൈജ്ഞാനിക പുരോഗതിയുടെ തുടക്കം ആ പ്രവാചക ദർശനത്തിലൂടെയായിരുന്നു.
എത്രയോ അനുഭവങ്ങൾ, എത്രയോ ഉദാഹരണങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് നമ്മുടെ ഖൽബിലുണ്ടാകണം. നാളെ പ്രവാചകന്റെ ചാരത്ത് നിൽക്കാനും സുഹബത്തുണ്ടാകാനും ഷഫാഅത്തിനുമൊക്കെ കാരണമായി അള്ളാഹു പറഞ്ഞതുപോലെ നബിതങ്ങൾ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുകയും സ്വലാത്തുകൾ അധികരിക്കുകയും ചെയ്താൽ അതിന്റെ ഫലം അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനും നാളെ സ്വർഗ്ഗത്തിൽ പ്രവാചകന്റെ സുഹബത്തിന് കാരണമാകുമെന്നാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.